നമസ്കാരം. കോഡ് ഓൺ വേജസ് 2019 2025 നവംബർ 21 തൊട്ട് ഇത് ആക്റ്റീവാണ്. ഹോസ്പിറ്റൽസിന് വളരെയധികം ചേഞ്ചസ് നിസ്സാരമെന്ന് തോന്നാവുന്ന എന്നാൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ചേഞ്ചസ് ഇവിടെയുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഗ്രേപ്സിലേക്ക് സ്വാഗതം. 2019 തന്നെ കോഡ് ഓൺ വേജസ് ഒക്കെ ഡിക്ലെയർ ചെയ്യപ്പെട്ടെങ്കിലും ഈ കഴിഞ്ഞ വർഷം നവംബർ 21-ലാണ് 2025 നവംബർ 21-ലാണ് ഇത് ആക്റ്റീവായിട്ട് നമുക്ക് ഒബേ ചെയ്യേണ്ട തലത്തിലേക്ക് എത്തിയത്. സോ അപ്പോൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ വന്ന മാറ്റങ്ങൾ? ഹോസ്പിറ്റലിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സാലറി സ്ട്രക്ചറിൽ ചില മാറ്റങ്ങൾ, പേയ്മെൻറ്റ് നടത്തുന്ന കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ, നമ്മൾ കമ്പോണൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ HR ആൻഡ് പേറോൾ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ ഗ്രേപ്സ് ഐഡിയമാരിൽ കൂടെ പറ്റുന്നുണ്ടാകും. നമ്മളത് കൃത്യമായിട്ട് അവിടെ കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൊക്കെ ഗൈഡൻസ് ആൾറെഡി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ മാറ്റങ്ങൾ? നമുക്ക് സ്വാഭാവികമായിട്ടും ഡിജിറ്റൽ എവിഡൻസോടുകൂടി സാലറി പേ ചെയ്യണമെന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ബാങ്ക് വഴി കൊടുക്കണം. അത്തരത്തിലുള്ള ഒരു ലംസം സാലറി പേയ്മെൻറ്റ് മെക്കാനിസംസ് ഉപയോഗിക്കണം. കാരണം ഡിജിറ്റൽ എവിഡൻസ് പേയ്മെൻറ്റ്സിന് കീപ്പ് ചെയ്യണമെന്നൊരു പ്രധാന കാര്യമാണ്. രണ്ടാമത് അവരുടെ ബേസിക് പേ DAയും ബേസിക് പേയും ചേർത്തിട്ട് അവരുടെ CTCയുടെ 50% വരണം. നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ ഒരു ബേസിക് പേ ലെവൽ കുറച്ച് നിർത്തിയിട്ട് ESI, PF പോലെയുള്ള കാര്യങ്ങളുടെ കാൽക്കുലേഷനകത്ത് അത് എഫക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ PFും ആക്ച്വലി ഗ്രാറ്റുവിറ്റിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബേസിക് പേ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വയ്ക്കാറുണ്ട്. പക്ഷേ അതിനി പ്രാക്ടിക്കൽ അല്ല. കാരണം 50% മാത്രമോ 50% വരെ അതർ കമ്പോണൻസിനാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 50% വരെ എന്ന് പറയുമ്പോൾ അതിന് താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ മാക്സിമം 50% വരെ അതർ കമ്പോണൻസ് വരാൻ പറ്റും. അതും 11 നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പുറത്ത് നമ്മൾ ഏത് അതർ കമ്പോണൻസിൻ്റെ പേരിൽ പൈസ കൊടുത്താലും അത് ബേസിക് പേയുടെ കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ PF കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഇത് ഗ്രേപ്സിൻ്റെ HR പേറോൾ ഉപയോഗിക്കുമ്പോൾ ഈ കമ്പോണൻസ് ഡിഫാൾട്ടായിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾക്ക് പിന്നെ അവിടെ എത്ര കമ്പോണൻസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കമ്പോണൻസിനെ കുറിച്ച് ഓർത്തുകൊള്ളുക, അത് ബേസിക് പേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. രണ്ടാമത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാൽക്കുലേഷൻ മാറി വരുന്നത് കൊണ്ട് തന്നെ PFൻ്റെ കോൺട്രിബ്യൂഷൻ്റെ അളവ് കൂടും, ഗ്രാറ്റുവിറ്റി കൂടും. ഏകദേശം ഒരു 20-30% നമ്മുടെ ചെലവ് വർദ്ധിക്കും. സാലറി അടിസ്ഥാനമാക്കിയുള്ള ചെലവ് ഹോസ്പിറ്റലിന് വർദ്ധിക്കും. പക്ഷേ നമുക്ക് നേഴ്സസ് പോലെയുള്ള ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലോങ് ടൈം റിട്ടൻഷൻ പോസിബിൾ ആകും. കാരണം നമുക്ക് ഈ ഒരു വേജസ് കംപ്ലയൻസ് നിലനിർത്തുന്നതുകൊണ്ട് തന്നെ അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ നമ്മുടെ ഒപ്പം നിൽക്കുന്നതിന് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇതുമൂലം സാധിക്കുന്നുണ്ടാവും. 7th ഡേ ഓഫ് നെക്സ്റ്റ് മന്താണ് ദ ലാസ്റ്റ് ഡേ ഓഫ് പേയ്മെൻറ്റ് ഒരു ഹോസ്പിറ്റലിൽ സ്റ്റാഫുകൾക്ക് കൊടുക്കാൻ കഴിയുന്നത്. അത് കൊടുക്കുമ്പോൾ ഡിജിറ്റൽ എവിഡൻസ് കീപ്പ് ചെയ്യണമെന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 2-3 പോയിന്റുകളാണ് ഹോസ്പിറ്റലിനെ ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്ററൊക്കെ കൊടുക്കണം. അങ്ങനെ മെൻഷൻ ചെയ്യുന്നതിനകത്ത് കൃത്യമായിട്ട് കമ്പോണൻസ് അന്നേരം ഡിക്ലെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പഴയ ഇതിൽ കൊടുത്തിരിക്കുന്ന തെറ്റായിരിക്കാം. നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് റിവൈസ് ചെയ്ത് സാലറി സ്ട്രക്ചർ ബിൽഡ് ചെയ്യുമ്പോൾ ഗ്രേപ്സിൻ്റെ MyHRMലും പേറോളിലും കൃത്യമായി പുതിയ ലേബർ കോഡ് അനുസരിച്ചുള്ള സ്ട്രക്ചറുകൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്തവർ ഗ്രേപ്സ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് അത് അപ്ഡേറ്റ് ചെയ്യണം. സോ ഓർക്കേണ്ടത് ഇതാണ്, 7-ാം തീയതിയാണ് മാക്സിമം നമുക്ക് അടുത്ത മാസം 7-ാം തീയതിയാണ് ഈ മാസത്തെ സാലറി കൊടുക്കാൻ പറ്റുന്ന ലാസ്റ്റ് ഡേ. അതിനു മുമ്പ് കൊടുത്തിരിക്കണം. പണ്ട് ഇത് മാനേജ്മെൻറ്റ് സ്റ്റാഫുകൾക്ക് 15th വരെയൊക്കെ പോകാമായിരുന്നു. അത് പറ്റില്ല, എല്ലാവരും ഒരുമിച്ചാണ് കാണുന്നത്. സോ നമുക്ക് ഒരു ബേസിക് പേയുടെ ഡബിൾ ഓവർ ടൈമിന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എല്ലാ കമ്പോണൻസ്, സാലറി കമ്പോണൻസ്, അതർ അലവൻസ് ആയിട്ട് കാണുന്ന കമ്പോണൻസ് എല്ലാം ചേർന്നിട്ട് ബേസിക് പേ 50%, ബേസിക് പേ പ്ലസ് DA 50%, കമ്പോണൻസ് 50%, ഇതായിരിക്കണം റേഷ്യോ. ബേസിക് പേ മോർ ദാൻ 50% വിത്ത് DA ആകാം. എന്നാൽ അതർ കമ്പോണൻസ് മോർ ദാൻ 50% ആകാൻ പറ്റില്ല. ഇത് നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് PFൻ്റെ കോൺട്രിബ്യൂഷനിലും ഗ്രാറ്റുവിറ്റിയിലുമാണ്. സ്വാഭാവികമായിട്ട് 20-30% നമുക്ക് ഇൻക്രീസ് അവിടെ വരുന്നുണ്ട് ചിലവിൻ്റെ കാര്യത്തിൽ. പക്ഷേ ലോങ് ടൈം റിട്ടൻഷൻ നമുക്ക് പോസിബിളാണ്. ബാങ്കിൽ ECS പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യണം. വളരെ ചെറിയ ചേഞ്ചസ് ആണ്. അത് ആൾറെഡി നമ്മുടെ ഗ്രേപ്സ് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലെല്ലാം പേറോൾ ആ രീതിയിലാണ് നേരത്തെ തന്നെ ചെയ്യുന്നത്. വേജസിനെ കുറിച്ചുള്ള ചേഞ്ചസ് ഇത്രയും മാത്രമാണ് ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. സോ അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൊച്ചു വീഡിയോ ചെയ്യുന്നത്.